Hallelujah. Hallelujah. Praise God. What a wonderful time worshiping the Lord, and what a goodness of God for giving us another week in the presence of God. ദൈവസാന്നിധ്യത്തിൽ മറ്റൊരാഴ്ച കൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തന്നിരിക്കുന്ന ദൈവത്തിന്റെ നന്മ എത്ര വലിയതാകുന്നു. And I'm grateful to God for another day because, every day we have is another chance to do the assignments of God and to live for God. മറ്റൊരു ദിവസം കൂടെ നമുക്ക് നൽകിയതിനായിട്ട് ലഭിച്ചതിനായിട്ട് ഞാൻ ഏറ്റവും നന്ദിയുള്ളവനാകുന്നു. കാരണം ഒരു ദിവസം കൂടെ ലഭിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ അത് പൂർത്തീകരിക്കുവാനായിട്ടുള്ള മറ്റൊരു അവസരമാകുന്നു. I was thinking today in this nation and maybe in this church, I was thinking of my own children in my family. We sometimes have an overdose of the teaching of God's word and godly advice and wisdom and all these things that we may not know how to value it. ഞാൻ എൻ്റെ കാര്യവും ഈ ദേശവും എൻ്റെ മക്കളും എല്ലാം ഞങ്ങളടങ്ങുന്ന ഈ ദേശത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിക്കുകയായിരുന്നു. ചിലപ്പോൾ ദൈവികമായിട്ടുള്ള ഉപദേശങ്ങളുടെ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം അധികമായിട്ടുള്ള ഒരു ഡോസ് ആയിരിക്കും പലപ്പോഴും നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനെ എങ്ങനെ വില കൽപ്പിക്കണമെന്ന് നമുക്കറിയുകയും. While in some other nations they may not even have the scriptures, that they are longing to hear something from God's word. എന്നാൽ മറ്റു ചില ദേശങ്ങളിലാണെങ്കിലോ അവർക്ക് ബൈബിൾ പോലും ഇല്ലാത്തത് കൊണ്ട് ദൈവവചനം എങ്ങനെയെങ്കിലും കേൾക്കുവാനായിട്ട് അവരേറെ ദാഹിച്ചിരിക്കുന്നു. And they pay a price to come to know Jesus. അങ്ങനെ യേശുവിനെ അറിയുവാനായിട്ട് അവർ പലപ്പോഴും ഒരു വില കൊടുക്കേണ്ടി വരും. Today I want to continue to share what I began to share last week. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്ത് പറഞ്ഞുവോ പങ്കുവെച്ചുവോ അതിൽ നിന്ന് തുടരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. I believe God, in the kingdom of God, the culture that God wants to bring in the kingdom of God is heaven's culture. ഞാൻ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തിൽ ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് സ്വർഗീയമായിട്ടുള്ള സംസ്കാരമാണ്. We saw in Luke's Gospel 9:46 an argument broke up among the disciples. Who is the greatest among us? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 46-ാം വാക്യത്തിൽ അവിടെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വാദം തന്നെ ഉണ്ടാകുന്നു, അവരിൽ വലിയവൻ ആർ എന്നുള്ള രീതി. In our heart there is a desire to be greater than others. നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെക്കാൾ വലിയവനാകുവാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. And I find that desire for greatness is partly because God is a great God, but also partly because we have lost our identity, and so we're looking for earthly identities to become great in front of others. നമുക്ക് വലിയവനാകണം എന്നുള്ള ആ ആഗ്രഹം അതിന്റെ ഒരു ഭാഗത്ത് ദൈവം വലിയ ദൈവമാകിയാൽ അതുപോലെ ആകുവാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മറുവശത്ത് നാം യഥാർത്ഥത്തിൽ ആരാകുന്നു, നമ്മുടെ വ്യക്തിത്വം എന്തെന്ന് അറിയാതിരിക്കുമ്പോൾ അതുമൂലവും ഉണ്ടാകുന്നു. So I shared last week how God wants to begin a counter culture revolution. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പങ്കുവെക്കുകയുണ്ടായി ദൈവത്തിന് എപ്രകാരം ഇപ്പോഴുള്ള സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു വിപ്ലവം തന്നെ നയിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. And that culture is to have heaven's godly culture in the midst of an ungodly fleshly lifestyle many wicked people in the world are ആ living. സംസ്കാരം എന്ന് പറയുന്നത് ദൈവികമല്ലാത്തതായിട്ടുള്ള സംസ്കാരത്തിന്റെ മധ്യേ, ദുഷ്ടതയുള്ള സംസ്കാരത്തിന്റെ മധ്യേ ദൈവികമായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള സംസ്കാരം കൊണ്ടുവരിക എന്നുള്ളതാകും. Pilate asked Jesus, "Are you a king?" പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ രാജാവാകുന്നു? He said, "It is as you say I am." യേശു ഇപ്രകാരം പറഞ്ഞു, നീ പറയുന്നത് പോലെ തന്നെ ഞാൻ രാജാവാകുന്നു. But he said, "My kingdom is not of this world." എന്നാൽ യേശു പറയുകയാകുന്നു, എന്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നല്ല. If it were so, my people would have fought for me. അങ്ങനെയെങ്കിൽ എന്റേതായിട്ടുള്ള ജനം എനിക്ക് വേണ്ടി പൊരുതുമായിരുന്നു. But my kingdom is not from this earth. എന്നാൽ എന്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നല്ല. Therefore we are not going to fight for anything. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനു വേണ്ടിയും ഞങ്ങൾ പൊരുതാൻ പോകുന്നില്ല. But he said, "My kingdom is in the hearts of people now." എന്നാൽ എന്റെ രാജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ വ്യക്തികളുടെ ഹൃദയങ്ങളിലാകും. What God wants more than anything else from us as the family of God is God wants our heart. ദൈവത്തിന്റെ കുടുംബമായിരിക്കുന്ന നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന മറ്റെല്ലാറ്റിലും ഉപരിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളാകും. The Bible says, "My son, give me your heart." തിരുവചനം ഇങ്ങനെ പറയുന്നു, എന്റെ മകനെ നിന്റെ ഹൃദയം എനിക്ക് നൽകാം. In the giving of our heart is the wisdom of God. നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുമ്പോൾ അവിടെ വലിയൊരു ജ്ഞാനമുണ്ട്. We saw how last week God, the Bible spoke about this counter culture where God saying, "Love your enemies."
നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കുക എന്ന് പറയുന്ന എപ്രകാരം ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമാണ് നാം കാണുകയുണ്ടായി. Bless them that curse you. നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. Pray for them that persecute you. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Give to them that rob you. നിന്നിൽ നിന്ന് മോഷ്ടിക്കുന്നവർക്ക് നീ നൽകുക. Go the second mile to the ones that ask you for the first mile. ആദ്യത്തെ ഒരു മൈൽ നിന്നോട് നടക്കുവാൻ പറയുന്നവനോട് കൂടെ നീ രണ്ടാമത്തെ മൈലും നടക്കുക. If they slap you on one cheek, show the other cheek. നിന്റെ ഒരു ചെകിടത്ത് അടിക്കുന്നവർക്ക് മറു ചെകിടം കാണിച്ചു കൊടുക്കുക. Oh, trust people sometimes even when they take advantage of you. വ്യക്തികൾ നിന്നെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരെ വീണ്ടും വിശ്വസിക്കുക. Serve people because Christ came to serve. യേശു ക്രിസ്തു ശുശ്രൂഷിക്കുവാനായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് വ്യക്തികളെ ശുശ്രൂഷിക്കുക. The Bible says, how can we be great? തിരുവചനം ഇങ്ങനെ പറയുന്നു, നമുക്ക് എങ്ങനെ വലിയവനാകുവാൻ He കഴിയും? says the greatness of this earth will pass away, ദൈവം പറയുകയാകുന്നു, ഈ ലോകത്തിന്റെ വലിപ്പവും മഹത്വവും കടന്നു പോകും, but the greatness of the kingdom of heaven will be forever. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെതായുള്ള മഹത്വം അത് എന്നേക്കുമുള്ളതാകും. So don't sit back and look just for how to be great here on earth, because it's soon going to pass away. അതുകൊണ്ട് ഈ ലോകത്തിൽ എങ്ങനെ വലിയവനാകാം എന്ന് നിങ്ങൾ ഇരുന്നു കൊണ്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കരുത്, കാരണം അത് കടന്നു പോകുന്നതാകുന്നു. As I look back in history, ഞാൻ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ I read in history, people who have written history of great kingdoms, they always refer themselves as this great nation, that great nation, that great nation. വലിയ രാജ്യങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആ രാജ്യങ്ങളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും എല്ലാം പറയുന്നത് വലിയവൻ, മഹാൻ, മഹത്തായിട്ടുള്ള രാജ്യം എന്നുള്ളതാകാം. Everybody wants to explain that their kingdom, their nation, that their people, all of them, they are greater than others. എല്ലാവർക്കും പറയാൻ ആഗ്രഹമുള്ളത് എന്ന് പറയുന്നത് അവരുടെ രാജ്യം എന്ന് പറയുന്നത്, അവരുടെ ജനം എന്ന് പറയുന്നത്, അവരുടെ രാജാവ് മറ്റുള്ളവരെക്കാൾ മികച്ചതാണ് എന്നുള്ളതാണ്. Now in the midst of that, Jesus comes. എന്നാൽ അതിന്റെ മധ്യ യേശു വരുന്നു. And he says, I am the king of heaven's kingdom. യേശു ഇങ്ങനെ പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ രാജാവ് ഞാനാകുന്നു. And if anybody wants to be great in my kingdom, ആർക്കെങ്കിലും എന്റെ രാജ്യത്തിൽ വലിയവനാകണമെങ്കിലോ let him serve others. അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം. He put out the standard there. അവിടെ യേശുവിന്റെ നിലവാരം അവിടെ സ്ഥാപിക്കുകയാണ്. He says, in our serving the ones who may be even taking advantage of us, in that, the Bible says, heaven sees greatness. നാം ശുശ്രൂഷിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നവരെ ആണെങ്കിൽ പോലും സ്വർഗം അതിൽ വലിയതായിട്ടുള്ള മഹത്വം കാണും. Many times my heart has been troubled when I feel people are taking advantage of me. പല സമയത്തും വ്യക്തികൾ എന്നെ ഉപയോഗിക്കുന്നു എന്ന് തോന്നുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു കലക്കം അനുഭവിച്ചിട്ടുണ്ട്. I think there are almost everybody on the planet would always have thought someone or the other are taking advantage of them. ഞാൻ വിശ്വസിക്കുന്നു എല്ലാ മനുഷ്യരും ചിന്തിച്ചിട്ടുണ്ടാകാം, ഇന്ന വ്യക്തി ഇന്ന രീതിയിൽ എന്നെ ഉപയോഗിക്കുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം. If it's not outside, at least in your home, you think your husband or wife is taking advantage of each other. പുറത്തല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങൾ അന്യോന്യം നിങ്ങളെ ഉപയോഗിക്കുകയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. Or you may think our children are taking advantage of us. അല്ലെങ്കിൽ മക്കൾ അങ്ങനെ ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ടാകാം. They don't know how much I sacrifice for them. അവർക്കറിയുകയല്ല ഞാൻ അവർക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം ചെയ്യുന്നു എന്നുള്ളത്. Or you think your bosses are taking advantage of you. നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ ബോസുമാർ നിങ്ങളുടെ മേൽ നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. Leaders often think that they sacrifice in ways others don't see, and that people are being blessed by them and people are taking advantage of them. നേതാക്കന്മാർ പലപ്പോഴും ചിന്തിക്കുന്നത് വ്യക്തികൾ കാണുന്നില്ല എപ്രകാരം അവർ ത്യാഗം ചെയ്യുന്നു എന്നുള്ളതും വ്യക്തികൾ അവരെ ഉപയോഗിക്കുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കുന്നു. Jesus came in the midst of that and says, in the midst of you wondering about people taking advantage, if they take your outer garment, give them the second garment also. യേശു പറയുകയാകുന്നു, വ്യക്തികൾ നിങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും അവർ നിങ്ങളുടേതായിട്ടുള്ള മേലാട എടുത്താൽ അവർക്ക് നിങ്ങളുടെ അങ്കി കൂടെ കൊടുക്കുക. Something about this counterculture. ഈ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഈ സംസ്കാരം എന്ന് പറയുന്നത് അതിൽ എന്തോ ചില കാര്യങ്ങളുണ്ട്. Something about this counterculture. ഈ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഈ സംസ്കാരത്തിൽ ചില കാര്യങ്ങളുണ്ട്. One day I saw, on YouTube, I saw someone in another nation preaching the gospel in a Western nation. ഒരു ദിവസം യൂട്യൂബിൽ വേറെ ഒരു പാശ്ചാത്യ രാജ്യത്ത് ഒരു വ്യക്തി സുവിശേഷം പറയുന്നത് ഞാൻ കേട്ടു. He was doing street preaching in a Western nation. താൻ ആ ഒരു രാജ്യത്തിൽ ഒരു തെരുവിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. And there, the moment you preach the gospel or preach it, Jesus loves you, passers by begin to for some reason not like you. അവിടെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലേ പോകുന്ന യാത്രക്കാർക്ക് അത് ഇഷ്ടമാകുന്നില്ല. They hate you for telling them that Jesus loves you. യേശു താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയ വെറുപ്പിന് കാരണമാകും. Why is that so? അതെന്തുകൊണ്ട് അങ്ങനെയാകുന്നു? Because the Lord of the air hates
the gospel message of God's love to go into a hurting world. കാരണം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രഭു ഇപ്രകാരം വേദനിച്ചിരിക്കുന്നതായിട്ടുള്ള ലോകത്തിലേക്ക് ഈ സുവിശേഷം കടന്നു ചെല്ലുന്നത് വെറുക്കുന്നു. People were arguing with him. വ്യക്തികൾ അവനോട് വാദത്തിൽ ഏർപ്പെട്ടു. He was standing on top of a box and telling and reasoning with them. He says, are you upset that I'm telling you that someone loves you? അവൻ ഒരു പെട്ടിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാകുന്നു, ഞാൻ നിങ്ങളോട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ യേശു ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. When the whole world is wondering why no one loves me, I'm telling you Jesus loves you. ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ഈ ലോകം മുഴുവൻ ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാകുന്നു. And then he says Jesus loves even the ones that hate him. യേശുവിനെ വെറുക്കുന്നവരെ പോലും യേശു സ്നേഹിക്കുന്നു എന്ന് താൻ പറയുകയാണ്. At that time somebody from the back came and kicked the box from under his feet and this man fell off the box. ആ സമയത്ത് താൻ കയറി നിന്ന പെട്ടി പുറകിൽ നിന്ന് ഒരു വ്യക്തി വന്നുകൊണ്ട് ചവിട്ടിയപ്പോൾ ഈ വ്യക്തി താഴെ വീഴുകയാണ്. Someone else was just recording all this. This is in a street in a Western nation, and just on a street, and people were there and they were arguing and listening and all that. ഒരു വ്യക്തി ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പാശ്ചാത്യ രാജ്യത്ത് നടന്ന ഒരു സംഭവമാകുന്നു. വ്യക്തികളെല്ലാം അതിലെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇവിടെ വാദം നടക്കുന്നു. Someone came and kicked the box from under his feet and he fell off the box. താൻ കയറി നിന്നിരുന്ന ആ പെട്ടി പുറകിൽ നിന്ന് ഒരു വ്യക്തി ചവിട്ടിയപ്പോൾ താൻ അവിടുന്ന് താഴെ വീഴുകയാണ്. He fell off the box and stood up straight, looked back and continued telling about Jesus loves you. താൻ താഴെ വീണ് തിരിഞ്ഞു നോക്കി അതിനുശേഷം വീണ്ടും എഴുന്നേറ്റ് യേശു സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വീണ്ടും പ്രസംഗിക്കുവാൻ If it was our flesh nature, it would be we would want to take revenge. നാം ജഡീകമായ രീതിയിൽ ചിന്തിക്കുന്നതായിട്ടുള്ള സാഹചര്യമായിരുന്നുവെങ്കിൽ പ്രതികാരം ചെയ്യുവാൻ But ആഗ്രഹിക്കുമായിരുന്നു. here is somebody going counter culture. എന്നാൽ ഇവിടെ സംസ്കാരത്തിന്, ലോക സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു വ്യക്തി ചെയ്യുകയാണ്. And the Lord was working in his heart and he stood there and continued telling about the love of Jesus. തന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കുകയും താൻ അവിടെ തന്നെ നിന്നുകൊണ്ട് യേശു സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. After that, അതിനുശേഷം the people, when they saw how he responded, വ്യക്തികൾ എപ്രകാരം താൻ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള വ്യക്തികൾ കണ്ടപ്പോൾ then they began. He asked them, would you all like to have a Bible? അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ബൈബിൾ വേണമോ? That he said, do you think that Harry Potter, that book is a terrible book? അതിനുശേഷം ഈ വ്യക്തി ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ഹാരി പോട്ടറിന്റെ പുസ്തകം അത് വളരെ മോശമായ പുസ്തകമാണെന്ന്? He said, no, it's not a bad book. അവർ പറയുകയാണ്, അത് മോശമായ പുസ്തകമൊന്നുമല്ല. He said, how do you know? അത് എങ്ങനെ അറിയാം? They said, because we read it. ഞങ്ങളത് വായിച്ചിട്ടുണ്ട്. And he said, how can you know whether the Bible is a good book or bad book unless you read it? നിങ്ങൾ വായിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയുവാൻ കഴിയും ബൈബിൾ ഒരു നല്ല പുസ്തകമാണോ മോശമായ He പുസ്തകമാണോ? said, can I give you all a Bible free? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഒരു ബൈബിൾ എല്ലാവർക്കും നൽകട്ടെ? At that moment, that hurting world out there in that Western nation, people came running to him, taking Bibles and going away. ആ സമയത്ത് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആ ലോകത്തിലെ വ്യക്തികൾ ഓരോരുത്തരും കടന്നു വന്ന് തന്റെ കയ്യിൽ നിന്ന് സൗജന്യമായി ആ ബൈബിൾ മേടിച്ചുകൊണ്ട് പോവുകയാണ്. Because he was counterculture. കാരണം താൻ ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായാകുന്നു പ്രവർത്തിച്ചത്. Go the second mile so that they can know what the Holy Spirit is doing in your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വ്യക്തികൾക്ക് അറിയുവാനായിട്ട് ഒരു മൈൽ സഞ്ചരിക്കണമെന്ന് പറയുന്നവന്റെ കൂടെ രണ്ടാമത്തെ മൈൽ നിങ്ങൾ പോവുക. The day we get saved, നാം രക്ഷിക്കപ്പെടുന്ന ആ ദിവസം everything does not happen automatically. എല്ലാം സ്വാഭാവികമായി നടക്കുന്നില്ല. There will be a clash of heaven's commandments and culture and our nature. നമ്മുടെ സ്വഭാവവും സ്വർഗീയമായിട്ടുള്ള കൽപ്പനകളും സ്വഭാവം തമ്മിൽ ചിലപ്പോൾ ഒരു പൊരുത്തപ്പെടലിന്റെ പ്രശ്നമുണ്ടാകും. There is nothing good in us. നമ്മിൽ നല്ലതായിട്ടൊന്നുമില്ല. If any of you and I think that we are good people, you are wrong, you are mistaken. We are not good people. നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ഞാനും നിങ്ങളുമൊക്കെ നല്ല വ്യക്തികളാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മളിൽ നന്മയായിട്ടൊന്നുമില്ല. How can you say that, pastor? അത് പാസ്റ്റർ എങ്ങനെ പറയുവാൻ കഴിയും? Bible says, തിരുവചനം പറയുന്നു, do not commit adultery. നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. You will say, no, I have never committed adultery. നിങ്ങൾ പറയുമായിരിക്കാം ഞാനത് ചെയ്തിട്ടില്ല. But I want to ask you, have you looked at a man or a woman in lust? എന്നാൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ മോഹത്തോടുകൂടി ഒരു പുരുഷനെ സ്ത്രീയോ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? Can any of us say that we have not? ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല? You've never done an ungodly thing. If you can, then it's okay. But the Bible raised the standard, and all of us have sinned and fallen short of the glory of God. ദൈവികമല്ലാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയുമായിരിക്കാം. എന്നാൽ തിരുവചനം പറയുന്നു, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. Do you hate a brother or sister? നിങ്ങൾ നിങ്ങളുടെ സഹോദരനെയോ സഹോദരിയോ നിങ്ങൾ പകയ്ക്കുന്നുണ്ടോ? You say, I've never committed murder. നിങ്ങൾ പറയുമായിരിക്കാം ഞാൻ കൊല ചെയ്തിട്ടില്ല. But the Bible says if you hate a brother or sister, you are already a murderer, and thereby he declares to us
none of us are good. We are all fallen short of the glory of God. There is not one righteous. തിരുവചനം പറയുകയാകുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെയോ സഹോദരിയോ നിങ്ങൾ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ കൊല ചെയ്തിരിക്കുന്നു. തിരുവചനം പറയുന്നു, നാം എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടമാക്കി. Therefore the Bible is saying that is why we need a savior. അതുകൊണ്ടാകുന്നു നമുക്ക് രക്ഷകനെ ആവശ്യമെന്ന് ബൈബിൾ പറയുന്നു. Have you walked in pride? നിങ്ങൾ അഹങ്കാരത്തിൽ നടന്നിരിക്കുന്നു. You might say, Pastor, no, I've never looked at anyone and lusted. I've never hated anybody. But have you walked in pride? നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കാം, പാസ്റ്റർ, ഞാൻ മോഹത്തോടുകൂടെ ആരെയും നോക്കിയിട്ടില്ല, ആരെയും ഞാൻ പകച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ അഹങ്കാരത്തിൽ നടന്നിട്ടുണ്ടോ? At this moment, have you thought that you are better than others? ഈ സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണെന്ന്? The Bible says that is the most terrible thing to do. തിരുവചനം പറയുന്നു, അതാകുന്നു ഏറ്റവും ദുഷ്ടമായ കാര്യം എന്നുള്ളത്. God opposes the proud but gives grace to the humble. ദൈവം നിഗളികളെ എതിർക്കുകയും എളിയവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. Oh, we don't want to have God for an enemy. ദൈവം നമുക്ക് ശത്രുവായി വരുവാൻ നമുക്ക് ആഗ്രഹമില്ല. We can take man who can oppose us, but we don't want God to stand up against us. നമുക്ക് ശത്രുക്കളായി വേണമെങ്കിൽ മനുഷ്യരെ എടുക്കാം, എന്നാൽ ദൈവത്തിനെ ഒരിക്കലും ശത്രുവായിട്ട് നമുക്ക് ആഗ്രഹമില്ല. There's going to be a clash of cultures. അപ്പോൾ തീർച്ചയായും സംസ്കാരങ്ങൾ തമ്മിൽ അവിടെ ഒരു സംഘർഷമുണ്ട്. And that is the journey of discipleship. അതാകുന്നു ശിഷ്യത്വത്തിൻ്റെതായിട്ടുള്ള യാത്ര. God wants us to lay down our righteousness and say, God, can you change me? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നീതി താഴെ വെച്ചുകൊണ്ട്, സ്വയം നീതി താഴെ വെച്ചുകൊണ്ട്, കർത്താവേ എന്നെ മാറ്റണമേ എന്ന് ചോദിക്കുന്നതാകും. When we are young and when we get married, നാം യൗവനത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നാം വിവാഹത്തിലായിരിക്കുമ്പോൾ we have a common behavior. നമുക്ക് പൊതുവായിട്ടുള്ള സ്വഭാവമുണ്ട്. We spend a good part of our younger days and a good part of our early marriage days trying to show our spouse how we are better than them. വിവാഹ ജീവിതത്തിലെ ആദ്യ കുറെ നാളുകൾ നാം നമ്മുടെ ജീവിത പങ്കാളിയെ പലപ്പോഴും കാണിക്കുവാൻ ശ്രമിക്കുന്നു, ഞാൻ എത്രമാത്രം നിന്നേക്കാൾ മികച്ചതാണ്. My wife Hannah and I, we are doing a marriage book. Every week we do a lesson of that marriage book for ourselves. ഞാനും ഹാനയും ഈ ഒരു വിവാഹത്തെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകം ഞങ്ങൾ ഓരോ പാഠം ഓരോ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുന്നു. This week we read about true love is desiring to serve your spouse. ഈ ആഴ്ച ഞങ്ങൾ പഠിച്ചതായിരുന്നു, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ജീവിത പങ്കാളിയെ ശുശ്രൂഷിക്കുക എന്നുള്ളതാകും. It's easy to serve when they are ticking all our qualifications. നമ്മുടേതായുള്ള യോഗ്യതകളെല്ലാം അവർ പാലിക്കുമ്പോൾ ശുശ്രൂഷിക്കാൻ എളുപ്പമാണ്. When they are the knight in the shining armor and they fulfill all our dreams, it's easy to serve. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ എളുപ്പമാണ്. And when we get into marriage with all those expectations, we're suddenly disappointed. എന്നാൽ നാം വിവാഹ ജീവിതത്തിലേക്ക് വലിയ പ്രതീക്ഷകളോടെ എല്ലാം കയറുകയും എന്നാൽ പെട്ടെന്ന് നിരാശ വരുമ്പോൾ, And then the Lord tells us, now I want you to be counterculture. ആ സമയത്ത് കർത്താവ് നമ്മോട് പറയുകയാകുന്നു, നീ ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായി ചെയ്യുക. Do you really love your spouse? നീ യഥാർത്ഥത്തിൽ നിന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടോ? No, we're not asking you to become a doormat. ഒരു ചവിട്ടി പോലെ ആകാനായിട്ട് അല്ല നിന്നോട് പറയുന്നത്. No, we are asking you to become like Jesus. എന്നാൽ യേശുവിനെ പോലെ ആകാനായിട്ടാകുന്നു The പറയുന്നത്. Bible says God has true love is a desire to serve even when the other person doesn't qualify. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തിക്ക് യോഗ്യത ഇല്ലാത്തപ്പോഴും ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. And that is what many married couple as they mature begin to understand. അതാകുന്നു അനേക ദമ്പതികൾ അവർ പക്വതയിലേക്ക് ഉള്ള യാത്രയിൽ അവർ മനസ്സിലാക്കുന്നു. You know, the early days of marriage, I've seen a lot of people fight. ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിവാഹ ജീവിതത്തിന് ആദ്യ നാളുകളിൽ ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്ന കണ്ടിട്ടുണ്ട്. 30, 40, 50 years into the marriage, same, you know, the older people I see them laughing at each other and say, oh, ee mancham maardu. 30, 40, 50 വർഷങ്ങൾ വിവാഹ ജീവിതത്തിലേക്കായിരിക്കുമ്പോൾ ആ പ്രായത്തിലെത്തുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് അവർ അന്യോന്യം ചിരിച്ചുകൊണ്ട് പറയുക, this man would never change. Because what irritated us in the beginning years of our marriage, we laugh over because the person may not have changed, we changed. നാം മുൻ വർഷങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിരിക്കുവാൻ കഴിയുന്നത് ആ വ്യക്തി മാറിയില്ല എങ്കിലും നമുക്ക് മാറ്റമുണ്ടായി. Because we decide it is better to win together than to hurt separately. കാരണം നാം തീരുമാനിക്കുകയാകുന്നു, മാറി നിന്നുകൊണ്ട് വേദനിപ്പിക്കുന്നതിലും നല്ലത് ഒന്നിച്ച് ജയിക്കുന്നതാണ്. There is a change of culture in a true believer's life. അതാകുന്നു ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിലെ സംസ്കാരത്തിന്റെ മാറ്റം. There can be an outside change of culture because of the pressure of the commandments. ഈ കൽപ്പനകളുടേതായിട്ടുള്ള ആ സമ്മർദ്ദം കാരണം പുറമേയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. That is like taking
criminals to a correction facility and, forcing them to be changed by putting them behind bars. അപ്പോൾ അത് ഇപ്രകാരമാകുന്നു, കുറ്റവാളികളെ ഒരു തിരുത്തൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ജയിലിൽ ഇട്ടുകൊണ്ട് മാറുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് പോലെ. I think many believers are like that. അനേക വിശ്വാസികൾ അങ്ങനെയാണ്. We came to the kingdom and now we are forced on with the commandments of God, and now we feel entrapped inside this kingdom. We want to go to heaven, but we feel we are in jail. We want to shout at somebody, but we have to hold back. We want to be bitter, but we have to forgive. It feels like we are in a jail. നാം ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു, എന്നാൽ ഇപ്പോൾ ഈ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാകുന്നു. ആരോടെങ്കിലും ഷൗട്ട് ചെയ്യണമെന്നും ബഹളം വെക്കണമെന്നും താല്പര്യമുണ്ട്, ആരോടെങ്കിലും കയ്പിലായിരിക്കണം താല്പര്യമുണ്ട്, എന്നാൽ നമുക്ക് സ്വർഗത്തിൽ പോകേണ്ടതുകൊണ്ട് അങ്ങനെ പറ്റാത്ത ഒരു ജയിലിന്റെ അനുഭവത്തിലാകും. And those people are one of the most miserable believers on the planet. ഈ ഗ്രഹത്തിലുള്ള ഏറ്റവും പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അപ്രകാരമുള്ള വിശ്വാസികൾ അവരാണ്. But there are others. എന്നാൽ മറ്റുള്ളവരുണ്ട്. The commandments of God are not a burden. അവർക്ക് ഈ കൽപ്പനകൾ, ദൈവത്തിന്റെ കൽപ്പനകൾ അവർക്കൊരു ഭാരമല്ല. Because it is springing out from love for God. കാരണം അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അവരിൽ നിന്ന് ഉളവാകുന്നു. The honoring others is not because I have to because of the commandments, because I long to because of love. There is a culture change that has happened. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് എന്നിലുള്ള സംസ്കാരത്തിന് മാറ്റം ഉണ്ടാകണം എന്നുള്ളത് സ്നേഹത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ട് അത് ഭാരമാകുന്നില്ല. The give and it shall be given to you is not because I'm forced to give at gunpoint to the ones that I'm married to or the ones I have to serve. It's because I'd love to give because Christ gave. കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത് ആരെങ്കിലും തോക്കു ചൂണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് പോലെ അല്ല, എന്നാൽ ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ കൊടുക്കുവാൻ സന്തോഷത്തോടെ എനിക്ക് കഴിയും. Loving and honoring somebody is not because I have to, because the commandments tell me if you don't honor you're not going to heaven. It's because I love to, because I'm abiding in Christ, and anyone abiding in him has a culture change. സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കൽപ്പനകൾ അങ്ങനെ എന്നെ ശ്വാസം മുട്ടിക്കുന്നത് കൊണ്ടല്ല, എന്നാൽ ക്രിസ്തുവിൽ ഞാൻ വസിക്കുന്നത് കൊണ്ടും അത് എന്റെ സംസ്കാരത്തെ മാറ്റുന്നത് കൊണ്ടും സ്നേഹത്തിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ എനിക്ക് കഴിയും. My wife and I, we come from two different cultures, from two different homes. ഞാനും എന്റെ ഭാര്യയും ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഭവനങ്ങളിൽ നിന്ന്, രണ്ട് സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നു. When we got married, the initial days, there'll be a lot of thought of that's not how it's done in my home, that's not how it's done in my home, and there's a lot of all of that in the early days. ഞങ്ങൾ വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെയല്ല എന്റെ വീട്ടിൽ ചെയ്യുന്നത്, ഇങ്ങനെയല്ല എന്റെ ഭവനത്തിൽ ചെയ്യുന്നത് എന്നുള്ള സംസാരം ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. My people are all very friendly. What about your people? എന്റെ കൂട്ടരെല്ലാം വളരെ സ്നേഹമുള്ള വ്യക്തികളാണ്, സൗഹൃദമുള്ള വ്യക്തികളാണ്. My people are very loving people. Your people are very serious people. എന്റെ കൂട്ടരെല്ലാം വലിയ സ്നേഹിക്കുന്നവരാകും, നിങ്ങളുടെ ആൾക്കാരെല്ലാം വലിയ ഗൗരവക്കാരാണ്. My people are givers. Your people are not generous. എന്റെ കൂട്ടരെല്ലാം വളരെ കൊടുക്കുന്നവരാകുന്നു, എന്നാൽ നിങ്ങളുടേത് അങ്ങനെയല്ല. The very point my people, your people comes because we have not received the truth that I am what I am only because of the grace of God. എന്റെ കൂട്ടർ നിന്റെ കൂട്ടർ എന്നുള്ള ആ സംസാരം വരുന്നത് തന്നെ നാം ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നുള്ള സത്യം നമ്മളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ്. It has not hit me that I am today what I am because God was gracious. ദൈവം കൃപാലുവായതുകൊണ്ട് ഞാൻ ഇന്ന് ആയിരിക്കുന്നു എന്നുള്ളത് വിശ്വസിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. And we are hurting someone who has not had the privilege we've had. നമുക്ക് ലഭിച്ചതായിട്ടുള്ള ആ പദവി അല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ, ആ കൃപ ലഭിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ച് നാം അവരെ ഉപദ്രവിക്കുകയാണ്. And we are blaming them for not having the opportunity we had. നമുക്ക് ലഭിച്ചതായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട്, അവസരങ്ങൾ ലഭിക്കാത്തതിന് നാം അവരെ കുറ്റപ്പെടുത്തുകയാണ്. So God calls us to coming to a new culture which is heaven's culture. അതുകൊണ്ട് സ്വർഗീയമായിട്ടുള്ള സംസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. So Hannah and I, we said, no, it's not your home's culture, it's not my home's culture. അതുകൊണ്ട് ഞാനും ഹാനയും ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഭവനമോ അല്ലെങ്കിൽ എന്റെ ഭവനമോ അല്ല, let us have heaven's culture in our family. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സ്വർഗീയമായിട്ടുള്ള സംസ്കാരം സൃഷ്ടിക്കാം. No, let's not compare your home and my home. നിന്റെ ഭവനത്തെയും എന്റെ ഭവനത്തെയും നമുക്ക് താരതമ്യം ചെയ്യണ്ട. We go the extent, your father, my father. എന്റെ പിതാവ് നിന്റെ പിതാവ് എന്നുള്ള ആ കാര്യം ഒന്നും പറയണ്ട. Your mother, my mother. നിന്റെ അമ്മ എന്റെ അമ്മ ഒന്നും പറയണ്ട. The other day I was laughing, Hannah and I, we were laughing at each other, and we were saying your son, your daughter. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ചിരിക്കുകയായിരുന്നു, നിന്റെ മകൻ നിന്റെ മകൾ എന്ന് പറയുന്ന ആ രീതി. We laugh because many families they say that. പല കുടുംബങ്ങളും അങ്ങനെ പറയാറുണ്ട്. We were just joking about something. ഞങ്ങൾ അതിനെക്കുറിച്ച് തമാശ പറയുക. But the fact is, we don't want your family, my family,
your culture, my culture. We want heaven's culture. Let heaven come. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിനെയോ എൻ്റെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ എൻ്റെ മക്കൾ അങ്ങനെയുള്ള ചിന്തയല്ല, എന്നാൽ സ്വർഗീയമായിട്ടുള്ള സംസ്കാരമാകും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത്. We want heaven's culture to come down. സ്വർഗത്തിന്റെ സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ വരണമെന്ന് നാം ചിന്തിക്കുന്നു. So when we get saved, there's a clash of culture. അതുകൊണ്ട് നാം ഒന്നിച്ചായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്രകാരം ആ സംസ്കാരത്തിൻ്റെതായുള്ള സംഘർഷം ഉണ്ടാകുന്നു. Then there is a clash of lordship. അതിനുശേഷം കർത്തൃത്വത്തിനെ സംബന്ധിച്ചുള്ള ഒരു പൊരുത്തക്കുറവുണ്ട്. When I get saved, there's constantly a question of who's going to be the Lord of my life. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിരന്തരമായി ഉയരുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ ജീവിതത്തിന്റെ കർത്താവ് ആരായിരിക്കും? The Bible says, he was telling the Pharisees and all this, his commandments are burdensome. തിരുവചനം ഇങ്ങനെ പറയുന്നു, അവന്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് ഭാരമുള്ളത്. Oh, and they're adding more commandments. Oh, it becomes a full burden because the pressure is from being righteous, of ticking all the boxes of doing everything rightly, rather than allowing the love of God to come into our heart and change our culture from inside and make it a culture of God's love revolution, his love, his nature in our life. വീണ്ടും വീണ്ടും കൽപ്പനകൾ ചേർത്ത് അത് ഭാരമാകുന്നു എന്നുള്ളതല്ലാതെ അതിന് പകരമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത് ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മുടെ ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായി ദൈവത്തിന്റെ സ്വഭാവത്തിലുള്ള സംസ്കാരം വളരുക എന്നുള്ളതാകും. No, we are not perfect. നാം തികഞ്ഞവരല്ല. We are all on the journey. നാം എല്ലാവരും യാത്രയിലാകുന്നു. We are all upset sometimes. നാം ചില സമയത്ത് നാം നിരാശപ്പെടാറുണ്ട്. But when we get upset, it's a time for us to check our culture. എന്നാൽ നാം നിരാശപ്പെട്ടിരിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരം എന്നത് പരിശോധിക്കാനുള്ള സമയമാണ്. At that time, there will be a clash of lordship. I want to do something, but the Lord wants to be the Lord of my life. ആ സമയത്ത് കർത്തൃത്വത്തിൻ്റെതായിട്ടുള്ള ഒരു പൊരുത്തക്കുറവ് തീർച്ചയായും ഉണ്ടാകും. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ കർത്താവിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. One of the most counterculture chapters in the Bible തിരുവചനത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഏറ്റവും എന്നെ ചിന്തയിൽ വരുന്നതായിട്ടുള്ള ഒരു അധ്യായം എന്ന് പറയുന്നത് is Matthew chapter 5, 6 and 7. മത്തായിയുടെ സുവിശേഷം 5ഉം 6ഉം 7ഉം അധ്യായങ്ങളാണ്. Everything about Jesus was counterculture. യേശുവിനെ കുറിച്ചുള്ള എല്ലാം ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായി. But I felt my heart we need to look at some things from Matthew's gospel chapter 5, 6 and 7. എന്നാൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. Because that was the introduction of Jesus' message. The first message we hear Jesus preached after he begins, the kingdom of God is at hand. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ എന്ന് പറഞ്ഞ ആ സന്ദേശത്തിന് ശേഷം യേശു പറയുന്ന ആദ്യത്തെ ചില കാര്യങ്ങളാകുന്നു ഇവിടെ ഉള്ളത്. Once he calls Peter and James and John and all these people to follow him. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും എല്ലാം തന്നെ അനുഗമിക്കുവാനായിട്ട് വിളിച്ചതിന് ശേഷം the first message he begins is, I want you to know the kingdom of heaven is counterculture. അതിനുശേഷം യേശു പറയുന്ന ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് തന്നെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമാണ്. You know, Matthew's gospel 5, 6 and 7 would have been a shock for people. മത്തായിയുടെ സുവിശേഷം 5ഉം 6ഉം 7ഉം അധ്യായങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് അത് വലിയൊരു ഞെട്ടലായി കാണും. Because they were living under Roman law. കാരണം അവർ റോമ നിയമങ്ങൾക്ക് അധീനപ്പെട്ട് ജീവിച്ചു. Emperor was Pontifex Maximus. Everybody had to worship the emperor of Rome. പൊന്തിഫസ് മാക്സിമസ് ആയിരുന്നു ആ സമയത്തെ ചക്രവർത്തി. എല്ലാവരും അദ്ദേഹത്തെ ആരാധിക്കേണ്ടതായിരുന്നു. Just like many rulers around the world, they don't want anyone to say anything against them. ഈ ലോകത്തിലെ പല ഭരണകൂടങ്ങളിലെ ചക്രവർത്തിമാരെ പോലെ അല്ലെങ്കിൽ നേതാക്കന്മാരെ പോലെ അവർക്ക് എതിരെ ഒന്നും പറയുവാൻ ആരെയും അനുവദിക്കാറില്ല. At such a time, here is Jesus coming and saying, if you strike on one cheek, show the other cheek. ഈ സമയത്താണ് യേശു വന്ന് പറയുന്നത്, നിനക്ക് ആരെങ്കിലും നിന്നെ ഒരു ചെകിടിൽ അടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കുക. The earthly culture, it's a show of power. ലോകപരമായിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത് അത് ശക്തിയുടെ ഒരു പ്രകടനമാണ്. But all the great kingdoms you look in the past, in the history, എന്നാൽ നിങ്ങൾ ചരിത്രത്തിലേക്കുള്ള വലിയ ഭരണകൂടങ്ങളെല്ലാം സാമ്രാജ്യങ്ങളെല്ലാം നോക്കിയാൽ, including the latest nations that call themselves with great, ഇന്ന് ഈ അടുത്ത രാജ്യങ്ങൾ തന്നെ ഈ അടുത്ത് തന്നെ അവരെ മഹത്ത് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്ന ആ രാജ്യങ്ങൾ, they were empires at one time. അവർ ഒരു സമയത്ത് സാമ്രാജ്യങ്ങളായിരുന്നു. Some said that the sun never set on their empire. ചിലർ പറയുന്നു സൂര്യൻ അസ്തമിക്കാത്തതായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു അവരുടെ. But the fact is today the sun has set on almost all those empires in history. എന്നാൽ ഇന്നത്തെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ സൂര്യൻ അവരുടേതായിട്ടുള്ള എല്ലാ മേഖലകളിലും അസ്തമിച്ചിരിക്കുന്നു. But they tried to destroy the message of the gospel. എന്നാൽ ഈ സുവിശേഷത്തിൻ്റെതായിട്ടുള്ള സന്ദേശത്തെ തകർക്കുവാനായിട്ട് അവർ ശ്രമിച്ചു. But what do you do if that message is so
in the hearts of people. എന്നാൽ വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് ഈ സന്ദേശം വിതയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുവാൻ The കഴിയും? Bible says it's like a mustard seed. തിരുവചനം പറയുന്നു അതൊരു കടുകുമണി പോലെയാകും. You sow that little mustard seed and it becomes a big tree, and the birds of the air will come and perch on those trees. അത് നിങ്ങൾ വിതച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വൃക്ഷമായി പക്ഷികൾ അതിൽ ഇരിക്കുകയും ചെയ്യും. So from Matthew's Gospel 5, Jesus begins a very counter-culture message. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സന്ദേശം തന്നെ കർത്താവ് തുടങ്ങുകയാണ്. Opposite to worldly, controlling, threatening, manipulating, kind of rule, Jesus brought heaven's rule. ഈ ലോകം ഭരിക്കുന്നതിന് വിരുദ്ധമായി അല്ലെങ്കിൽ ഈ ലോകം ഭരിക്കുന്ന രീതികളായിട്ടുള്ള ഭയം അല്ലെങ്കിൽ നിയന്ത്രിക്കുക, ശക്തി ഉപയോഗിക്കുക, ഉപദ്രവിക്കുക, ഈ രീതിക്ക് വിരുദ്ധമായിട്ട് യേശു വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നു. The Bible says in Matthew 5:1, and when he saw the multitudes, he went up on a mountain, and after he sat down, the disciples came to him. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. And he opened his mouth, and this is the first recorded words of Jesus in the Gospel of Matthew. മത്തായിയുടെ സുവിശേഷം message. സുവിശേഷത്തിൽ ആദ്യമായിട്ട് യേശു പങ്കുവെക്കുന്ന ദൂത് ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാകുന്നു. 2-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്നാണ്. Yes, he began to preach the gospel. The kingdom of God is at hand. That gospel message. തീർച്ചയായിട്ടും സുവിശേഷത്തിന്റെ പ്രസംഗമായിരിക്കുന്ന തിരുവചനം ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടും എന്ന് പറയാൻ തുടങ്ങി. But here is chapter 5, 6 and 7 are entire recording of the message that he preached on top of the mountain. എന്നാൽ ആ ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സന്ദേശം ഇവിടെ കാണുവാൻ കഴിയും. And he begins, the first line itself was a problematic line. ആദ്യത്തെ ആ വചനം തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന He വചനമാണ്. opened his mouth and began to teach them, blessed are the poor in spirit, for theirs is the kingdom of heaven. അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. Blessed are the poor in spirit, for theirs is the kingdom of heaven. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. In fact, you know what this kingdom of heaven translation actually is? It is for theirs is the kingdom of the heavens. സ്വർഗരാജ്യം എന്ന് പറയുന്നത് അവരുടേതാകുന്നു സ്വർഗങ്ങളുടേതായിട്ടുള്ള രാജ്യം. Which means Jesus' kingdom is not in one small white dot somewhere called heaven where God is sitting on a throne. It is the kingdom of the heavens, of the galaxies, of the universe. He is the king of the entire kingdom of the heavens. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യേശുവിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു പൊട്ടുപോലെയുള്ള സ്ഥലത്തല്ല, എന്നാൽ താരാപഥങ്ങളിലും പ്രപഞ്ചത്തിൽ തന്നെയുള്ള സ്വർഗത്തിൻ്റെതായുള്ള വ്യത്യസ്ത മണ്ഡലങ്ങളിലെ രാജാവാകുന്നു. And what is his message? Blessed are those that are poor in spirit. എന്താകുന്നു യേശുവിൻ്റെതായുള്ള സന്ദേശം? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. Many people would start by saying, blessed if you got a great career. പല വ്യക്തികളും പറയുന്നത്, നിനക്ക് നല്ലൊരു ജോലി ലഭിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. You would hear in this culture, in our time, in our world, we'll hear our parents saying, blessed are you when you have a good job. നിനക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാർ ഈ ലോകത്തിൽ പറയുന്ന കേൾക്കുമായിരിക്കും. Blessed are you if you have a great, wealth or inheritance. നിനക്ക് നല്ല സമ്പത്തും നിനക്ക് നല്ല ഓഹരിയും അവകാശവും ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കേൾക്കുമായിരിക്കും. Jesus came counterculture. യേശു അങ്ങനെയല്ല, എന്നാൽ അതിന് വിരുദ്ധമായി വന്നു. He says those things are called blessed here on earth. ഈ ലോകത്തിൽ അതിനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതെന്ന് വിളിക്കുന്നു. But in my kingdom, do you know what is blessed? എന്നാൽ നിങ്ങൾക്കറിയാമോ എന്റെ രാജ്യത്തിൽ എന്ത് അനുഗ്രഹിക്കപ്പെട്ടെന്ന് വിളിക്കുന്നു? Blessed are those who are poor, have a humble spirit. ആത്മാവിൽ താഴ്മയുള്ളവർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. For theirs, to them is the kingdom of the heavens. അവരുടേതാകുന്നു സ്വർഗങ്ങളുടേതായിട്ടുള്ള രാജ്യം. The poor in spirit, for them is the kingdom of the heavens, which means the kingdom of the heavens is going to belong to those who are not fighting for power and fighting for authority and fighting for, to have their way. The Bible says, the blessed are the poor in spirit, for theirs is the kingdom of the heavens.
ആത്മാവിൽ ദരിദ്രരായവർക്ക് അവർക്കാകുന്നു ഈ സ്വർഗങ്ങളുടെ രാജ്യം ഒരുക്കിയിരിക്കുന്നത്. അവർ ഈ ശക്തിക്ക് വേണ്ടി പൊരുതുന്നവരല്ല, അവർ ഇപ്രകാരം തർക്കത്തിലൊന്നും ഏർപ്പെടുന്നവരുമല്ല. That's counterculture. അത് ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമാകും. Our culture will say you need to have a spine. നമ്മുടേതായിട്ടുള്ള സംസ്കാരം പറയാൻ നിനക്ക് നട്ടലുണ്ടാകും. When he says like that, give him one slap across his face. അവൻ അങ്ങനെ പറയുമ്പോൾ അവന് നല്ലൊരു അടി കൊടുക്കണം. You know that, and Jesus comes and says the opposite. യേശു അതിന് തീർച്ചയായിട്ടും വിപരീതമായതാണെന്ന് പറയുന്നു. Our challenge is who's got lordship in our heart. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ആർക്കാകുന്നു നമ്മുടെ ഹൃദയത്തിൽ കർത്തൃത്വമുള്ളത് എന്നാകും. It's those moments that demonstrate who is Lord. ആ സമയമാകുന്നു പലപ്പോഴും വെളിപ്പെടുത്തുന്നത് ആരാകുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവ് എന്നുള്ളത്. Look what Jesus says in verse 4. 4-ാമത്തെ വാക്യത്തിൽ യേശു എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. Blessed are those of you who are mourning. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. I mean, come on now. ശ്രദ്ധിച്ചാട്ടെ. Say that in Malayalam one more time. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരാ ഭാഗ്യവാന്മാർ? ദുഃഖിക്കുന്നവർ. ദുഃഖിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന്. I mean, how much more crazy can that be? അതിൽ കൂടുതൽ എങ്ങനെ ഇത് വളരെ വ്യത്യസ്തമായി അവതരിപ്പിക്കുവാൻ കഴിയും? I mean, you might say you're blessed that you're born in such a wonderful family. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമായിരിക്കാം നല്ലൊരു കുടുംബത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Jesus is saying you are blessed if right now you are crying. നിങ്ങൾ കരയുന്നുവെങ്കിൽ, ഇപ്പോൾ കരയുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഭാഗ്യവാന്മാർ എന്ന വചനം If പറയുക. you're mourning, if you're pained, if you're brokenhearted, if you're troubled, if you are all of that, God is saying you are blessed. നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ യേശു പറയുകയാകും നിങ്ങൾ The അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Lord says because you are going to be comforted. ദൈവം പറയുകയാകുന്നു അങ്ങനെയുള്ളവർക്ക് ആശ്വാസം ലഭിക്കും. In the kingdom of heaven, this is counterculture. ദൈവരാജ്യത്തിൽ ഇതെല്ലാം ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമാകും. Blessed are you if you're mourning because Christ himself will wipe your tears away. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാരണം ക്രിസ്തു തന്നെ നിങ്ങളുടേതായുള്ള കണ്ണുനീർ തുടയ്ക്കും. We are trying to get all mankind to wipe our tears and do what we say. നാം പലപ്പോഴും മനുഷ്യകുലം തന്നെ നമ്മുടേതായിട്ടുള്ള ആ കണ്ണുനീർ ഒപ്പുവാനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. Many times we expect our husband or wife to fulfill the things that only God can fulfill in our life. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഭർത്താവോ ഭാര്യയോ ചെയ്തു തരണമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. I want to tell you, whomever you marry, they will disappoint you. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരെ വിവാഹം കഴിച്ചാലും ശരി, അവർ നിങ്ങളെ നിരാശപ്പെടുത്തും. Not because they are bad. അവർ മോശക്കാരായതുകൊണ്ടല്ല, Because we expect from them what only God can fulfill. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിവുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും നാം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. Comfort comes from the Holy Spirit. ആശ്വാസം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാകും. Yes, our spouse can comfort us. തീർച്ചയായിട്ടും നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. Yes, it is part of their role. അത് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. But when they are not able to do that, എന്നാൽ അവർക്കത് ചിലപ്പോൾ ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ there is one greater who's there by your side. അതിലും വലിയവനായിരിക്കുന്ന ഒരുവനുണ്ട് നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നവൻ. Blessed are you if you are crying. നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. Sometimes we are crying in private and we are afraid. We are sad that they didn't see us crying in secret. ചില സമയത്ത് നാം രഹസ്യത്തിൽ കരയുകയും നമുക്കുള്ള പ്രയാസം എന്ന് പറയുന്നത് നാം രഹസ്യത്തിൽ കരഞ്ഞത് അവർ കണ്ടില്ല എന്നുള്ളതാണ്. So we go in front of them and do. അതുകൊണ്ട് നാം അവരുടെ മുമ്പിൽ പോയി ആ കരയുന്നത് പോലെ കാണിക്കുക. Just one will suck that tears in so that we just to make sure that we saw. അങ്ങനെ നാം കണ്ടു എന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുക. You know, so just and then we and I want you to know, if you have done that, you have received your reward on earth. നിങ്ങൾ അത് ചെയ്തിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. You got noticed, you have fought your battle, now you have to get comforted by whoever you went to. നിങ്ങൾ പൊരുതി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് ശ്രദ്ധ ലഭിച്ചു, നിങ്ങൾക്ക് ആ ആശ്വാസവും ലഭിച്ചു. What the Holy Spirit says. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, Are you mourning? നിങ്ങൾ ഇന്ന് ദുഃഖിക്കുന്നുവോ? Are you brokenhearted? നിങ്ങൾ തകർന്നിരിക്കുന്നുവോ? God says you are the blessed one. ദൈവം പറയുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. In the kingdom of heaven you are the blessed one. ദൈവരാജ്യത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Because you have an opportunity now to be comforted by God. കാരണം പരിശുദ്ധാത്മാവിനാൽ ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. But the truth is, എന്നാൽ സത്യമെന്ന് പറയുന്നത് most of us, നമ്മിൽ പലർക്കും we are not looking for God to comfort us. നാം ദൈവം നമ്മെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് താല്പര്യമൊന്നുമില്ല. We know exactly who we want to should comfort us. ആര് നമ്മെ ആശ്വസിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായി അറിയാം. And that is why we continue to be unhappy. അതുകൊണ്ടാകുന്നു നാം പലപ്പോഴും നാം സന്തോഷമില്ലാതിരിക്കുന്നത്. Bible goes on to say in verse 5. തിരുവചനം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു. Oh, this is a crazy one. ഇത് വളരെ വ്യത്യസ്തതയുള്ളൊരു കാര്യമാണ്. Blessed are those who are gentle. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. Now that is
that is something that I have to constantly work on. എനിക്ക് നിരന്തരമായി അധ്വാനിക്കേണ്ട ഒരു കാര്യമായിരുന്നു I have to remind myself the blessing is in that. ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു അതിൽ അനുഗ്രഹമുണ്ട് എന്നുള്ളത് Oh, the blessing is in gentleness. സൗമ്യതയിൽ അനുഗ്രഹമുണ്ടെന്നുള്ളത്. The Bible says, if you are of gentle spirit, you're blessed. തിരുവചനം പറയുകയാകും നിങ്ങൾ സൗമ്യതയുള്ള ആത്മാവാകുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Now, many of us may be quiet on the outside, but we may not be gentle on the inside. നമ്മിൽ പലരും പുറത്ത് നമ്മൾ നിശബ്ദരായിരിക്കുന്ന വ്യക്തികളായിരിക്കാം, എന്നാൽ അകത്ത് സൗമ്യതയില്ലായിരിക്കും. Some of us are very loud on the outside, but we may be gentle on the inside. നമ്മിൽ ചിലരാണെങ്കിൽ പുറത്ത് വളരെ ശബ്ദമുണ്ടാക്കുന്ന വ്യക്തികളായിരിക്കാം, എന്നാൽ അകത്ത് But സൗമ്യതയുള്ളവരായിരിക്കും. like they say, it is not we who have to judge that. God's going to look into that. എന്നാൽ ചിലർ പറയുന്നത് പോലെ നാം അല്ല അത് വിധിക്കേണ്ടത്, എന്നാൽ ദൈവം അത് ശരിയായ രീതിയിൽ ന്യായം വിധിക്കും. So Bible says, blessed are you if you're gentle. തിരുവചനം പറയും നിങ്ങൾ സൗമ്യതയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾ He's അനുഗ്രഹിക്കപ്പെട്ടവർ. saying, I want you to be counterculture. നിങ്ങൾ ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ളവരായിരിക്കണമെന്ന് തിരുവചനം പറയുകയാണ്. For the gentle ones who are not going to exercise manipulative control over others, the gentle ones, they will inherit the earth, it seems. ഈ സൗമ്യതയുള്ളവർ മറ്റുള്ളവരെ നിയന്ത്രിക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരോട് അപ്രകാരം ശരിയല്ലാത്ത രീതിയിൽ അങ്ങനെ ഇടപെടുന്ന അങ്ങനെയുള്ള വ്യക്തികൾ അവർ ഈ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറയുകയാണ്. Which means God is saying, I'm going to give inheritance of the earth, control, authority, all of that to the ones who are never fighting for it. അതായത് ദൈവം പറയുകയാകുന്നു ഞാൻ ഈ ഭൂമിയിലുള്ള അധികാരം അവകാശം ഇതെല്ലാം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി പൊരുതാത്തവർക്കാകും. Now that's crazy. We fight all our life for property, and we fight. My father was not fair. He didn't give me equal. We fight for rights. We fight for land. We fight for power. We fight for all of that. And God says, I'm giving it to the gentle. അപ്പോൾ നാം പലപ്പോഴും നമ്മുടെ ജീവിത സമയം മുഴുവൻ ഈ പുരേടത്തിന് വേണ്ടിയും അല്ലെങ്കിൽ എൻ്റെ പിതാവ് ന്യായമായ രീതിയിൽ എന്നോട് ഇടപെട്ടില്ല എന്ന് പലപ്പോഴും പറയുകയും വ്യത്യസ്തമായ കാര്യങ്ങൾക്കെല്ലാം നാം വഴക്കിടുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം പറയുകയാകുന്നു സൗമ്യതയുള്ളവർക്ക് ഞാനിത് അവകാശമായി നൽകും. In fact, another translation of that word gentle is actually blessed are the humble or the meek. സൗമ്യത എന്നുള്ള ആ വാക്കിന്റെ മറ്റൊരു പദപ്രയോഗമായിട്ട് അല്ലെങ്കിൽ അർത്ഥമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് താഴ്മയുള്ളവർ. My wife and I both are very different people. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ വളരെ വ്യത്യസ്തരാണ്. She is more gentle than me, and all of you know that. അവൾ എന്നേക്കാൾ സൗമ്യതയുള്ളവളാണ്. But both of us are learning to be humble. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും താഴ്മപ്പെടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. We are continuing to change. We are continuing to grow. ഞങ്ങൾ നിരന്തരമായി മാറിക്കൊണ്ട് വളരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Because the Bible says gentleness is not just the voice, gentleness is the condition of our heart. കാരണം തിരുവചനം പറയുന്നത് താഴ്മപ്പെടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത് സ്വരത്തിൽ മാത്രമല്ല, എന്നാൽ അത് ഹൃദയത്തിന്റെ ഒരു അവസ്ഥയാകും. It is a meekness. അത് താഴ്മയാകും. Someone said, what is meekness? ചിലർ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ചോദിച്ചു എന്താണ് താഴ്മ? I heard a beautiful definition and I love it. Oh, it's so powerful. It says meekness is not weakness, it is strength under control. ഇങ്ങനെ ഒരു നിർവചനം ഞാൻ കേൾക്കുകയുണ്ടായി. താഴ്മ എന്ന് പറയുന്നത് ബലഹീനതയല്ല, എന്നാൽ താഴ്മ എന്ന് പറയുന്നത് ശക്തിയെ നിയന്ത്രിക്കുവാൻ കഴിയുന്നതാകുന്നു. Any wild ox or animal or any wild tiger or lion has strength. മെരുക്കുവാൻ കഴിയാത്ത ഏത് മൃഗമാണെങ്കിലും അതിന് ശക്തിയുണ്ട്. But a true child of God has the strength under control. എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതലിന് ആ ശക്തി തന്റെ നിയന്ത്രണത്തിലുണ്ട്. We know we may be right or we may be stronger, but now that we're becoming counterculture, filling with God's love, we recognize God has placed me here to serve this weaker brother, this weaker sister, this weaker pastor, God has placed me to serve the weaker one. നമുക്ക് പലപ്പോഴും അറിയുമായിരിക്കാം ശരി എൻ്റെ ഭാഗത്താണ് എന്നുള്ളത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ദൈവം എന്നെ ഇപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് ഈ ബലഹീനനായിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, പാസ്റ്ററിനെ, നേതാവിനെ എല്ലാം ശുശ്രൂഷിക്കുവാനാകുന്നു എന്നുള്ളത്. Many times it's easy for us to serve the ones that we feel are better than us. പല സമയത്തും നമ്മേക്കാൾ ഭേദപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് എളുപ്പമാണ്. But the counterculture is when God calls us to serve the ones that are weaker than us. എന്നാൽ നമ്മേക്കാൾ ബലഹീനരായിരിക്കുന്ന ആരെങ്കിലും ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിക്കുമ്പോൾ അത് ചെയ്യുവാൻ കഴിയുക എന്ന് പറയുന്നത് ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ്. The Bible is saying in the kingdom of heaven. തിരുവചനം പറയുകയാകുന്നു സ്വർഗ്ഗരാജ്യത്തിൽ If you are proud, നിങ്ങൾ അഹങ്കാരികളാകുന്നുവെങ്കിൽ God's your enemy. ദൈവം നിങ്ങളുടെ ശത്രുവാകുന്നു. But if you humble, എന്നാൽ നിങ്ങൾ താഴ്മപ്പെടുന്നുവെങ്കിൽ
The Bible says, you just got yourself blessed. തിരുവചനം പറയുകയാകുന്നു, നിങ്ങൾക്ക് തന്നെ അനുഗ്രഹത്തിന് കാരണമാകും. One of the biggest battles of every Christian's life today ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലെ ഒരു വലിയ യുദ്ധം എന്ന് പറയുന്നത് is the battle against pride. അഹങ്കാരത്തിന് എതിരായിട്ടുള്ള യുദ്ധമാകും. Because I feel I'm better than others. കാരണം ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണ്. And therefore the journey of serving, because love is service. കാരണം സ്നേഹത്തിൽ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ആ യാത്ര അതൊരു ശുശ്രൂഷയുടെ യാത്രയാണ്. God calls us now, says, if you are gentle, humble or meek, I want to bless you. ദൈവം പറയുകയാകുന്നു, നിങ്ങൾ സൗമ്യത ഉള്ളവരാകുന്നുവെങ്കിൽ, നിങ്ങൾ താഴ്മപ്പെട്ടവരാകുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. God is saying, I am beginning a journey of being counterculture. ദൈവം പറയുകയാകുന്നു, ഇപ്രകാരം ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു യാത്ര ഞാൻ നിങ്ങളിൽ തുടങ്ങുന്നു. I believe these days God spoke in my heart, teach the church to pursue the culture of heaven. ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും സഭയെ പഠിപ്പിക്കുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം എന്നോട് പറയുകയാകുന്നു, സ്വർഗരാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ. Not because we have to, നമുക്ക് അത് ചെയ്യേണ്ടത് കൊണ്ടല്ല, but because love is changing us. എന്നാൽ സ്നേഹം നമ്മെ രൂപാന്തരപ്പെടുന്നത്. True love of heaven will change us. യഥാർത്ഥ സ്നേഹം സ്വർഗത്തിൽ നിന്നുള്ളത് അത് നമ്മെ മാറ്റും. Love, God's love, when we abide in love, it becomes easy to serve others. നാം സ്നേഹത്തിൽ വസിക്കുമ്പോൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ അത് സഹായകരമാകും. But God is calling us now, come into a counterculture revolution of God's love. എന്നാൽ ദൈവം ഇന്ന് നമ്മെ വിളിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള സ്വർഗരാജ്യത്തിന്റെ സംസ്കാരത്തിലേക്ക് വരുവാനാകും. Let's pray together. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. I believe God these weeks are going to continue, He's going to continue to speak into our hearts about being counterculture. ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ചകളിൽ ദൈവം നിരന്തരമായി നമ്മോട് സംസാരിച്ച് ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായുള്ള സ്വർഗരാജ്യ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ പോകുന്നു. This is not just about you and me going to heaven. ഇത് ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചല്ല. This is about heaven coming down into our heart. ഇത് സ്വർഗം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതിനെ കുറിച്ചാകും. Lord, let your kingdom come. കർത്താവേ, അങ്ങയുടെ രാജ്യം വരണമേ. Not just here on earth, ഈ ഭൂമിയിൽ മാത്രമല്ല, but into my heart. എന്നാൽ എൻ്റെ ഹൃദയത്തിലേക്ക്. Let your kingdom come into my heart. അങ്ങയുടേതായിട്ടുള്ള രാജ്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. Lord, all of us have sinned and fallen short of the glory of God. കർത്താവേ, ഞങ്ങൾ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. Oh, there's not one righteous, and definitely I'm not one of them, Lord. നീതിമാനായിരിക്കുന്ന ഒരുവൻ പോലുമില്ല, തീർച്ചയായും ഞാൻ അങ്ങനെയല്ല. Maybe this moment we need to think about that and say, Lord, I'm definitely not one of the righteous people. നമുക്ക് ഈ സമയത്ത് ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഉറപ്പായി നമുക്ക് പറയുവാൻ കഴിയണം, കർത്താവേ, ഞാൻ അങ്ങനെ ഒരു നീതിമാനല്ല. Oh, in you, you are my righteous. കർത്താവേ, അങ്ങ് എൻ്റെ നീതിയാകുന്നു. You are my righteous. അങ്ങ് എൻ്റെ നീതിയാകുന്നു. Let heaven come down in my heart. സ്വർഗം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരട്ടെ. Even as I want heaven to come down and others to be saved. സ്വർഗം എന്നിലേക്ക് വന്ന് മറ്റുള്ളവർ രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെയും I know, Lord, you desire for heaven to come down and for my heart to be changed. കർത്താവേ, എനിക്കറിയാം അങ്ങ് ആഗ്രഹിക്കുന്നത് സ്വർഗം എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ ഹൃദയം രൂപാന്തരപ്പെടണമെന്നുള്ളതാകും. My clash with other people, Lord, is also the clash of lordship of my heart. കർത്താവെ, മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള എൻ്റെ പൊരുത്തക്കേടുകൾ, കർത്താവെ, അത് എൻ്റെ ഹൃദയത്തിലുള്ള ആര് എൻ്റെ കർത്താവാകുന്നു എന്നുള്ള ചോദ്യത്തിലെ പൊരുത്തക്കേട് തന്നെയാകുന്നു. Change my heart, Lord. എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. Change my heart, Lord. എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. Father, today you have called our heart to humility. പിതാവേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ താഴ്മയുള്ള ഒരു ഹൃദയമാകുവാൻ അങ്ങ് വിളിച്ചിരിക്കുന്നുവല്ലോ. You're asking us to walk in humility, Lord. താഴ്മയിൽ നടക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. Today, Lord, even as last week onwards, you began this journey where you're taking us on a culture change into the kingdom culture in our lives. കർത്താവെ, കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് അങ്ങ് തുടങ്ങിയിരിക്കുന്ന ഈ ലോക സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള സ്വർഗരാജ്യത്തിലെ സംസ്കാരത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, Father, we want to say, Father, change us, Lord, because you're saying blessed are the poor. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്നാണ്. ഞങ്ങളെ മാറ്റണമേ അതിൻ പ്രകാരം. You're saying blessed are those who weep. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നങ്ങ് പറയുന്നു. You're saying blessed are those who are gentle. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്നങ്ങ് പറയുന്നു. Because those are the ones who are going to have something to do in the kingdom of heaven. സ്വർഗരാജ്യത്തിലെ കാര്യങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകാൻ പോകുന്നത് അങ്ങനെയുള്ള വ്യക്തികളാകും. Right now, Father, we come before the cross of Jesus. ഈ സമയം പിതാവേ, ഞങ്ങൾ ക്രൂശിന് മുമ്പാകെ വരുന്നു. And we're saying,
because of the cross of Jesus. അങ്ങനെ ഞങ്ങൾ പറയുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരം. That's why we have had entrance into the kingdom. അതുകൊണ്ടാകുന്നു ഈ ദൈവരാജ്യത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം തന്നെ ലഭിച്ചത്. No, there's not one righteous. ആരും നീതിമാനില്ല, Not one. ഒരുവൻ പോലും. All have sinned and fallen short of the glory. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. Take a moment ഒരു നിമിഷമെടുത്ത് and just think about this. There is not one righteous. There's no one, including you and me, no one righteous. ഞാനും നിങ്ങളും അടക്കം ഒരുവൻ പോലും നീതിമാനായില്ല എന്നുള്ളത് ഓർത്താട്ടെ. The best of our righteousness is filthy rags before God. നമ്മളുടെ ഏറ്റവും മികച്ച നീതി എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെയുള്ള കീറിയ പഴയ തുണി പോലെയാകും. That's why, Jesus, we come before you. അതുകൊണ്ടാകുന്നു കർത്താവേ, അങ്ങയുടെ മുമ്പാകെ ഞങ്ങളായിരിക്കുന്നു. We come to the foot of the cross. ഞങ്ങൾ ക്രൂശിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്നു. And sometimes I know it's hard, Lord, but we bow our knees. ചില സമയത്ത് അത് കഠിനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ ഇന്ന് മുട്ടിന്മേലായിരിക്കുന്നു. Not because we have to. ഞങ്ങൾക്ക് ചെയ്യേണ്ടത് കൊണ്ടല്ല. That's like being led like a horse with a bridle. അത് ഒരു കടിഞ്ഞാണുള്ള കുതിരയെ പോലെ ആകുന്നു. We don't want to bow our knees because we have to. ഞങ്ങൾക്കത് ചെയ്യേണ്ടത് കൊണ്ടല്ല ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പാകെ മുട്ടുകുത്തുവാൻ ആഗ്രഹമുള്ളത്. We want to bow our knees to love because we love to. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹം ഞങ്ങളത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടുമാകും. You're doing something new in our life, Lord. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തോ ചെയ്യുന്നു. On the cross you mourned. ക്രൂശിൽ അങ്ങ് വിലപിച്ചു. On the cross you became gentle. ക്രൂശിൽ അങ്ങ് സൗമ്യവാനായി. On the cross you were humble. ക്രൂശിൽ അങ്ങ് താഴ്മപ്പെട്ടു. On the cross you demonstrated the kingdom. ക്രൂശിൽ അങ്ങ് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി. We remember what you did for us on the cross. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. We humble down, Lord. ഞങ്ങൾ താഴ്മപ്പെടുന്നു. Father, often we are like those thieves who are there at the cross. പിതാവേ, പലപ്പോഴും ഞങ്ങൾ ആ ക്രൂശിന്റെ വശങ്ങളിലുള്ള കള്ളന്മാരെ പോലെ ആകും. Fully wicked, yet asking for heaven. ദുഷ്ടരായിരിക്കെ തന്നെ സ്വർഗത്തിന് വേണ്ടി ചോദിക്കുന്നവർ. And you died for those kind of people. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും അങ്ങ് മരിച്ചു. And today we acknowledge that we are those kind of people. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ അപ്രകാരമുള്ള വ്യക്തികളാകുന്നു. Forgive us our trespasses. ഞങ്ങളുടെ ലംഘനങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. Thank you for dying on the cross for us. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായി നന്ദി. And I want to say, on the very night that Jesus was betrayed, യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി Jesus took the bread യേശു അപ്പമെടുത്തു, and he broke it നുറുക്കി, and he gave it to his disciples, saying, ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, "This is my body which is broken for you." ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുന്ന ശരീരമാകുന്നു. The life of the kingdom is a life of brokenness. ദൈവരാജ്യത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് അത് അപ്രകാരമുള്ള തകർച്ചയുടെ ജീവിതമാകും. As often as you partake of this, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും do this living like I lived. ഈ ജീവിതം ഞാൻ എപ്രകാരം ജീവിച്ചുവോ അപ്രകാരം നിങ്ങൾ ചെയ്യുക. When you partake of this bread, do this in remembrance of him. ഈ അപ്പത്തിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക. What he did, യേശു ചെയ്തതുപോലെ, what Christ did. യേശു ക്രിസ്തു ചെയ്തതുപോലെ When you partake of the bread, do this in remembrance. ഈ അപ്പത്തിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി പ്രകാരം ചെയ്യുക. Because his body was broken.
കാരണം യേശുക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെട്ടു. So Father, we want to partake of this. അതുകൊണ്ട് പിതാവേ, ഇതിൽ ഞങ്ങൾ പങ്കാളികളാകാൻ We ആഗ്രഹിക്കുന്നു. want to examine ourselves today. ഞങ്ങളെ തന്നെ ഞങ്ങൾ ഇന്ന് ശോധന ചെയ്യുന്നു. And we want to say, Father, we have fallen short of heaven's culture. ഞങ്ങൾ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, പിതാവേ, സ്വർഗീയ സംസ്കാരത്തിൽ നിന്ന് ഞങ്ങൾ താഴെ പോയിരിക്കുന്നു. Give us a love revolution. കർത്താവേ, സ്നേഹത്തിന്റെ ഒരു വിപ്ലവം ഞങ്ങൾക്ക് നൽകണമേ. Not just love the ones that love us, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം തിരികെ സ്നേഹിക്കുവാനല്ല, but to love the ones that hate us. എന്നാൽ ഞങ്ങളെ പകയ്ക്കുന്നവരെ സ്നേഹിക്കുവാനായി, To bless the ones that curse us. ഞങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനായി, To serve the ones that are taking advantage of us. ഞങ്ങളെ ഉപയോഗിക്കുന്നവരെ ശുശ്രൂഷിക്കുവാനായി, So that heaven's culture will come among us. അങ്ങനെ സ്വർഗീയമായുള്ള സംസ്കാരം ഞങ്ങളിൽ വരുവാനായി, That heaven will take note of this. സ്വർഗം ഇത് ശ്രദ്ധിക്കുകയും And by that the meek will inherit the earth. അങ്ങനെ താഴ്മയുള്ളവർ ഈ ഭൂമി അവകാശമാക്കുകയും Those that are mourning will be comforted. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. And the poor ദരിദ്രർ shall receive the kingdom of the heavens. അവർക്ക് സ്വർഗരാജ്യം ലഭിക്കുകയും ചെയ്യും. Every disciple of Jesus, born again, baptized, and obeying the Lord, living a life as a disciple of Jesus, shall be partake of this. ഒരു ദൈവപൈതലായി യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിരിക്കുന്ന, ജലസ്നാനത്തിൽ അനുസരിച്ചിരിക്കുന്ന, യേശുവിന്റെ ശിഷ്യരായി ജീവിക്കുന്ന ഏവർക്കുമുള്ള മേശയാകുന്നു ഇത്. Shall be partake of the bread. നമുക്ക് നന്ദിയോടുകൂടെ ഈ അപ്പത്തിൽ പങ്കാളികളാകാം. It's your blood that cleanses me. It's your blood that gives me life. It's your blood that took my place in redeeming sacrifice. Washes me whiter than the snow. Than the snow. My Jesus, God's precious sacrifice. Anyone wants to be great in God's kingdom, let him be the servant of all. ദൈവരാജ്യത്തിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ സകലർക്കും ദാസനാകട്ടെ. Your word says, he who finds his life shall lose it. തന്റെ സ്വന്തം ജീവിതം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവൻ അവനെ നഷ്ടമാക്കും. That's why you shed your blood and you said, do this in remembrance of me. അതുകൊണ്ടാകുന്നു അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞതിന് ശേഷം പറഞ്ഞത്, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം Jesus ചെയ്യുവിൻ. took the cup on that very night and he said, this is the blood of the new covenant. യേശുക്രിസ്തു അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകും. As often as you partake of this, remember what I did. നിങ്ങൾ ഈ പാനപാത്രത്തിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ നിങ്ങൾ ഓർക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്. Not just his death, യേശുവിന്റെ മരണം മാത്രമല്ല, but also remember how he lived. എന്നാൽ എപ്രകാരം യേശു ജീവിച്ചു എന്നുള്ളത്. Father, we want to partake with thanksgiving. പിതാവേ, നന്ദിയോടുകൂടെ ഇതിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Thank you for the cross. ക്രൂശിനായി നന്ദി. We want heaven's culture. സ്വർഗീയമായ സംസ്കാരം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Shall we renew the covenant and partake with thanksgiving? നമുക്ക് നന്ദിയോടുകൂടെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് നമുക്ക് ഈ കർത്തൃമേശയിൽ പങ്കാളികളാകാം. Let's partake together. നമുക്ക് ഒന്നിച്ച പങ്കാളികൾ. It's your blood that cleanses me. It's your blood that gives me life. It's your blood that took my place in redeeming sacrifice. Washes me whiter than the snow. My Jesus, God's precious sacrifice. I believe there is a God's love revolution, an agape revolution God wants to begin in our midst. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മധ്യേ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹ വിപ്ലവമുണ്ട്.
Not just in your life. I'm asking God right now, even my life. Lord, fill my heart with your love. Let there be a love revolution. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിലേക്കും ഞാനത് ചോദിക്കുന്നു. കർത്താവേ, സ്നേഹത്തിന്റെ ഒരു വിപ്ലവത്താൽ എന്നെ നിറയ്ക്കണമേ. Not because others are worthy of being loved. മറ്റുള്ളവർക്ക് ആ സ്നേഹം ലഭിക്കുവാൻ യോഗ്യതയുള്ളത് കൊണ്ടല്ല. Because I was unworthy and now God is giving his culture into my heart. ഞാൻ അയോഗ്യനായിരിക്കുമ്പോൾ തന്നെ ദൈവം സ്നേഹത്തോടുകൂടെ തന്റെ സംസ്കാരത്തെ എന്നിൽ നൽകുന്നതുകൊണ്ട് Change me, Lord. എന്നെ മാറ്റണമേ. Let me humble, Lord. ഞാൻ താഴ്മപ്പെടുന്നു. Gentle. കർത്താവെ, സൗമ്യവാനാക്കണം. Lord, even if I moan, you will comfort. കർത്താവെ, ഞാൻ ദുഃഖിച്ചാൽ തന്നെ അങ്ങ് ആശ്വസിപ്പിക്കും. Lord, when I'm poor in spirit, that's when you give me the inheritance of the kingdom of heaven. ഞാൻ ആത്മാവിൽ ദരിദ്രനായിരിക്കുമ്പോൾ തന്നെ കർത്താവ് എനിക്ക് സ്വർഗരാജ്യത്തെ എനിക്ക് നൽകുമല്ലോ. I know this is not normal, Lord. ഇത് സാധാരണ അല്ലെന്ന് എനിക്കറിയാം. But it's not the commandments that we are forced to follow. കർത്താവെ, ഇത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി അങ്ങയുടേതായിട്ടുള്ള കൽപ്പന അനുസരിക്കുകയല്ല. But it is a love that is changing us. എന്നാൽ ഞങ്ങളെ മാറ്റുന്നതായിട്ടുള്ള അങ്ങയുടെ സ്നേഹമുണ്ട്. I pray for all the people today. കർത്താവെ, ഇന്ന് എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. In these months forward, Lord, bring about a love revolution in our lives. കർത്താവെ, ഈ വരുന്ന മാസങ്ങളിൽ സ്നേഹത്തിന്റെ ഒരു വലിയ വിപ്ലവം തന്നെ ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. God's love in our heart. ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളിൽ. That we will be changed. അങ്ങനെ ഞങ്ങൾ മാറിക്കൊണ്ട് And we will become like Jesus. ഞങ്ങൾ യേശുവിനെ പോലെയാകും. We submit our lives. ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ We സമർപ്പിക്കും. repent for our sins. ഞങ്ങളുടെ പാപങ്ങൾക്കായി ഞങ്ങൾ അനുതപിക്കുന്നു. We're asking for grace. കർത്താവിന്റെ കൃപയ്ക്കായി ഞങ്ങൾ ചോദിക്കുന്നു. Hold our hands, Lord. ഞങ്ങളുടെ കരങ്ങളെ പിടിക്കണമേ. We want to be part of this kingdom. ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We don't want to live in the kingdom with the enemy's culture. കർത്താവെ, ശത്രുവിൻ്റെതായിട്ടുള്ള സംസ്കാരം കൊണ്ട് ഈ ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. We want to live in the kingdom with heaven's culture. ഞങ്ങൾക്ക് സ്വർഗീയ സംസ്കാരത്തിൽ ജീവിക്കണം. We give you the glory and honor. ഞങ്ങൾ സകല മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് നൽകുന്നു. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Everybody said loud amen. എല്ലാവരും ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. Amen. ആമേൻ. Put your hands in your chest and just say after me. നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ പറഞ്ഞാട്ടെ. I'm being changed ഞാൻ രൂപാന്തരപ്പെടുന്നു because of love സ്നേഹത്താൽ into heaven's culture. സ്വർഗീയമായിട്ടുള്ള Let's say സംസ്കാരത്തിൽ. that again. Let's look at each other if you can. For some of you, I know it may be hard, but just go ahead and say, I am being changed ഒരിക്കൽ കൂടെ നമുക്ക് അന്യോന്യം നോക്കിക്കൊണ്ട് പറയാം, ഞാൻ മാറുന്നു because of heaven's love സ്വർഗീയമായ സ്നേഹത്താൽ into heaven's culture. സ്വർഗീയമായിട്ടുള്ള സംസ്കാരത്തിലേക്ക്. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.